ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി KFC ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. ഇത് 3 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ, അതായത് 2 കോഴിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. 300 ഗ്രാം മൈദ, 100 ഗ്രാമിൻ്റെ ഉള്ളിൽ മതി കേട്ടോ, അധികം ഇടരുത്. കോൺഫ്ലോർ, ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും ഗാർലിക്കും കൂടിയാണ് ആഡ് ചെയ്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. മുളക് പൊടി ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം കളറ് വ്യത്യാസം വരും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ചിക്കൻ്റെ പീസസ് എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കണം. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ആഡ് ചെയ്ത്. ഒരു കാര്യം പറയട്ടെ, ഇതിലേക്ക് മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസിൽ ചില ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പൗഡേഴ്സാണ് ആദ്യം ആഡ് ചെയ്തേണ്ടത്. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് രൂപത്തിലാക്കിയ ഗാർലിക്കും ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ച ശേഷം 4-5 മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മിനിമം 4 മുട്ട മതിയാകും, കൂടുതൽ ഒഴിക്കരുത്. എന്നിട്ട് എല്ലാം കൂടി സെറ്റാക്കി 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഫ്രീസറിലല്ല. ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് മിക്സ് ചെയ്തത് തെറ്റായിപ്പോയത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഓട്സ് ഒരു ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ഓട്സ് ഇല്ലാത്തവർ മൈദയിൽ മുക്കി പൊരിക്കാൻ പറ്റും കേട്ടോ. ഓട്സ് ആണെങ്കിൽ കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഓട്സ് എടുത്തത്. ഇല്ലാത്തവർ കുഴപ്പമില്ല, മൈദയിൽ ഇട്ട് പൊരിച്ചാൽ മതി. പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും മാത്രമല്ല, അതിൻ്റെ ടേസ്റ്റും നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ച ശേഷം ഞാൻ വീണ്ടും ലുലു മാളത്തെ KFC ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയത് പോരല്ലോ, അതിൻ്റെ ടേസ്റ്റും കൂടി അറിയണമല്ലോ. സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വെറും 4-5 ചേരുവകൾ മാത്രം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ ക്രഞ്ചി ലുക്കില്ലേ, ടേസ്റ്റും അതുപോലെ ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ, വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.